വെൽക്കം ബാക്ക് ടു PSC അശ്വമേധം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2026 ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് PSC ഇതുവരെ ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ 2026 ചോദിച്ച ഭരണഘടന, കറണ്ട് അഫയേഴ്സ്, പദ്ധതികൾ, മലയാളം എന്നിവയുടെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2026 ഇതുവരെ PSC ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യം നോക്കുന്നത് 2026 ഫെബ്രുവരിയിൽ നടന്ന എക്സൈസ് ഡ്രൈവർ പരീക്ഷയിൽ ചോദിച്ച ഹിസ്റ്ററി ചോദ്യങ്ങളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇൻ മെമ്മോറിയം എന്ന ചിത്രം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികളെന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ലോർഡ് ഡഫറിൻ ആണ്. ഓക്കെ, ലോർഡ് ഡഫറിൻ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികളെന്ന് കളിയാക്കി പറഞ്ഞത്. താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികളല്ലാത്തത് ഏത്? അപ്പോൾ ഇതിൽ ആദിഭാഷയും പ്രാചീന മലയാളവും ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ആത്മോപദേശ ശതകമാരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ്റെ കൃതിയാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ കൃതികളല്ലാത്തത് ആത്മോപദേശ ശതകവും അഭിനവ കേരളവുമാണ്. 1ഉം 4ഉമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത്, പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? MGS നാരായണനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാനായിട്ടുണ്ട്. ശരിയാണ്. 2, പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. അതും ശരിയാണ്. 3, കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. ശരിയാണ്. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. അതും ശരിയാണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ MGS നാരായണൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാനായിരുന്നു. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 അദ്ദേഹം അന്തരിച്ചത്. അടുത്തത്, സാൻ മിൻ ചുയി ഇവ എന്താണ്? സാൻ മിൻ ചുയി ഇവ എന്താണ്? എന്താണ്? ഓപ്ഷൻ എ ആണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഓക്കെ, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. അടുത്തത് 2026 നടന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ചോദിച്ച ഹിസ്റ്ററി ചോദ്യങ്ങളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷനറി ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകമല്ലാത്തത്? ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകമല്ലാത്തത്. ആൻസർ ഓപ്ഷൻ എ ആണ്. കേരള സമാചാരമാണ്. അപ്പോൾ കേരളപ്പഴമ, കേരളോൽപ്പത്തി, മലയാള ഭാഷാ വ്യാകരണം എന്നിവ ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകങ്ങളാണ്. 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? ഓപ്ഷൻ സി ആണ്. ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ്. വില്യം കീലിംഗ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ വില്ലിയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധമായി അദ്ദേഹത്തെ വധിച്ചത് ആരാണ്? ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ വില്ലിയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധമായി അദ്ദേഹത്തെ വധിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ്. ML ദിംഗ്ര ആണ്. ML ദിംഗ്ര. 1688 മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? 1688 മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്. ജെയിംസ് രണ്ടാമനായിരുന്നു. ജെയിംസ് രണ്ടാമൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? ഓപ്ഷൻ ബി ആണ്. തോമസ് ജെഫേഴ്സൺ ആണ്. തോമസ് ജെഫേഴ്സൺ. അടുത്തത് 2026 ഫെബ്രുവരി 7 നടന്ന വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ഹിസ്റ്ററി ചോദ്യങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം ഏത്? മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം, കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പോൾ ഇതിൽ ആദ്യം നടന്നത് ഏതാണ്?
1721 ആറ്റിങ്ങൽ കലാപമാണ് ആദ്യം നടന്നത്. അതിനുശേഷം വരുന്നത് മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണമാണ്. 1729 അതിനുശേഷം ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. 1741 കുളച്ചൽ യുദ്ധം. അതിനുശേഷം വരുന്നത് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ഓക്കെ, മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം നടന്നത് ഏത് വർഷമാണ്? 1729. കുളച്ചൽ യുദ്ധം 1741. ആറ്റിങ്ങൽ കലാപം 1721. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ഓക്കെ, അപ്പം കാലഘടനാ ക്രമത്തിൽ എഴുതുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. 3, 1, 2, 4. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. 1. ആത്മവിദ്യാസംഘം വൈകുണ്ഠസ്വാമികൾ. തെറ്റാണ്. ആത്മവിദ്യാസംഘം ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഓക്കെ, ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനാണ്. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അത് ശരിയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവനാണ്. ശരിയാണ്. യോഗക്ഷേമസഭ അയ്യങ്കാളി. തെറ്റാണ്. യോഗക്ഷേമസഭ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? VT ഭട്ടതിരിപ്പാടുമായിട്ടാണ്. അപ്പോൾ തെറ്റായ ജോഡികളാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? 1. കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. അത് തെറ്റാണ്. നാനാ സാഹിബ് അല്ല. ആരാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത്? ബഹദൂർ ഷാ രണ്ടാമനാണ്. ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവന ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി അവധ് വിശേഷിപ്പിക്കപ്പെട്ടു. അത് ശരിയാണ്. 3. തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. അത് തെറ്റാണ്. ഇൻ മെമ്മോറിയം വരച്ചത് ആരാണ്? ജോസഫ് നോയൽ പാറ്റൺ ആണ്. ഓക്കെ, ജോസഫ് നോയൽ പാറ്റൺ ആണ് ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത്. 4ാമത്തെ പ്രസ്താവന 1857 മെയ് 10 മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. അത് ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 2ഉം 4ഉമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക. 1. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കി. അത് തെറ്റാണ്. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി എന്താണ് നിർത്തലാക്കിയത്? നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഓക്കെ, നിസ്സഹകരണ പ്രസ്ഥാനമാണ് നിർത്തലാക്കിയത്. അപ്പോൾ അത് തെറ്റാണ്. 2ാമത്തെ പ്രസ്താവന ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. അത് ശരിയാണ്. 3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അത് ശരിയാണ്. 4ാമത്തെ പ്രസ്താവന 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചു. അത് ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് 1 മാത്രമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത് ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ലൈഫ് വീക്കിലി സാവോ താവോ ഫിൻ. ശരിയാണ്. ലോങ് മാർച്ച് സൺയാട്സൻ. തെറ്റാണ്. എനിക്ക് ശേഷം പ്രളയം ലൂയി 15 ശരിയാണ്. സോഷ്യൽ കോൺട്രാക്റ്റ് വോൾട്ടെയർ. അത് തെറ്റാണ്. സോഷ്യൽ കോൺട്രാക്റ്റ് റൂസോയുടെ കൃതിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ജോഡികൾ 1ഉം 3ഉമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 2026 ജനുവരി 24 നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ഹിസ്റ്ററി ചോദ്യങ്ങളാണ്. 1. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതൊക്കെയാണ്? അപ്പോൾ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ആത്മോപദേശ ശതകവും ആദിഭാഷയും ഉണ്ട്. ഇതിൽ ആദിഭാഷ മാത്രമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയായിട്ടുള്ളത്. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രാചീന മലയാളം ആദിഭാഷ, അത് ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. അത് ശരിയാണ്. 3. വേദാധികാര നിരൂപണം അഖിലത്തിരുട്ട്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. എന്നാൽ അഖിലത്തിരുട്ട് ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികളുടെ കൃതിയാണ്. അപ്പോൾ അത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2 മാത്രം. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര്? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര്? ഓപ്ഷൻ ബി ആണ്. ആനി ബസന്റ് ആണ്. അടുത്തത് 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രമേത്? 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രമേത്?
ഓപ്ഷൻ സി ആണ് ഇന്ത്യൻ ഒപ്പീനിയൻ ആണ്, ഇന്ത്യൻ ഒപ്പീനിയൻ. അപ്പോൾ ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലെ ഡർബനിൽ നിന്നാണ് ആരംഭിച്ചത്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വർഷമാണ് നടന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി 1773 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 പാരീസ് ഉടമ്പടി 1783 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1789 ഓക്കെ. ബോസ്റ്റൺ ടീ പാർട്ടി 1773, അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776, പാരീസ് ഉടമ്പടി 1783, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായതെപ്പോൾ? ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായതെപ്പോൾ? ഓപ്ഷൻ എ ആണ് 1945 ഒക്ടോബർ 30. 1945 ഒക്ടോബർ 30. അടുത്തത് 2026 ജനുവരി 21 നടന്ന LDC കെയർടേക്കർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം. അപ്പോൾ ഇതിൽ ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം എന്നിവ ഗാന്ധിജിയുമായിട്ട് ബന്ധമുള്ള സമരങ്ങളാണ്. സ്വദേശി പ്രസ്ഥാനമാണ് ഗാന്ധിജിയുമായിട്ട് ബന്ധമില്ലാത്ത സമരം. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, സ്വദേശി പ്രസ്ഥാനം. 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പോൾ കാൺപൂർ നാനാ സാഹിബ് ശരിയാണ്. അപ്പോൾ ബീഹാറിലെ ആരയിൽ നേതൃത്വം കൊടുത്തത് കൻവർ സിംഗ് ആയിരുന്നു. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ആയിരുന്നു. ഓക്കെ, കാൺപൂർ നാനാ സാഹിബ്. ആരയിൽ ആരായിരുന്നു? കൻവർ സിംഗ് ആയിരുന്നു. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫുലെ ശരിയാണ്. ഹിതകാരിണി സമാജം വീരേശലിംഗം ശരിയാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് ശരിയാണ്. ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയ് അതും ശരിയാണ്. അപ്പോൾ തന്നിട്ടുള്ളതെല്ലാം ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ്, ചൈനീസ് വിപ്ലവം. ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2026 PSC ഇതുവരെ ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചത്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണുള്ളത്. താങ്ക് യു.